വരട്ടെ. രാമു, എന്തോ സാർ റെഡിയായില്ലേ? റെഡിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇറങ്ങും. പോട്ടെ. ഇന്നലെ കിടന്നപ്പോ വൈകി, എഴുന്നേറ്റപ്പോഴും. പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ കുമാറും ദാസും ജിജിയൊക്കെ നിന്ന നിൽപ്പിലാ തലകുത്തി മറിഞ്ഞത്. ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിന് ചന്തയാവും. സ്ത്രീകൾ എയർഫോഴ്സ് പൈലറ്റ് ആവണമെന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. പിന്നെ പെൺകുട്ടികൾ ട്രെയിനിങ് വന്നെന്ന് വെച്ച് ക്യാമ്പിന്റെ ഡിസിപ്ലിൻ തെറ്റണമെന്നില്ല. അത് നമുക്ക് കാണാം. ഒന്നും സംഭവിക്കില്ല സാർ. അവർ കാഡറ്റ്സ് ആർ വെൽ ഡിസിപ്ലിൻ. പിന്നെ സാറിന് അങ്ങനെ തോന്നാൻ കാരണം സാറിന് പൊതുവെ പെണ്ണുങ്ങളോട് അകൽച്ചുണ്ടല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ, എന്നെ ഒരു അമ്മ പ്രസവിച്ചതാ. ധാരാളം പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാനും ജനിച്ചതും വളർന്നതൊക്കെ. എന്ന് വെച്ച് നിന്നെ പോലെ അച്ഛയുടെ സാരി തുമ്പി പിടിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടൂല. അതിന് സാറ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാലത്തെ കാര്യം പറയുന്നത്. ഇതുപോലെ വീരവാദം മുഴക്കിയ പല മഹാന്മാരും പെണ്ണിന്റെ ഒറ്റ നോട്ടത്തിൽ കുരുങ്ങി ചക്ക കുഴയുന്ന പോലെ കുഴയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാക്ക മലർന്ന് പറക്കണം. കാണാം. കാണാനൊന്നുമില്ല സാറേ. അല്ല, ഉച്ചയ്ക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടുവരണോ അതോ സാർ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഓ, നാട്ടിലേതാ ഒരു മഹാലക്ഷ്മി? മഹാലക്ഷ്മി നാട്ടിലെങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്? എന്താ ചോദിച്ചേ? അല്ല, രാമു പറഞ്ഞു നാട്ടിലൊരു മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയോ? അത് അവന്റെ സൂര്യക്കേട് സഹിക്കാൻ വയ്യാതെ അവന്റെ വാഴയ്ക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. हमें फ्लाइट कैरियर का अपॉइंटमेंट मिला है, सीईओ से मिलना है। क्या हम अंदर जा सकते हैं? प्राइवेट गाड़ी अंदर नहीं जा सकते हैं, चाहे तो आप जाइए। थैंक यू। Now, we will discuss about the electrical system used in this aircraft. The main source of electrical power is a generator which gives 28-volt output. The basic electrical system used is the same for all sorts of aircrafts in our Air Force. See here. അയ്യോ തോമാ, നോക്ക് നോക്ക്. എന്ത് ചരക്ക്? ചളുക്കോ? ചളുക്കല്ലട കൊക്കെ, ചരക്ക്. നിന്റെ തന്ത കാണിക്കുന്നത് എന്താ ഇത്? പീസാ പീസ്. ട്രെയിനായിരിക്കും. ട്രെയിനി ആവില്ല, ട്രെയിനിൽ ബാച്ചായിട്ട് വരൂ. അപ്പൊ ഇനി വല്ല ഗസ്റ്റ് ആയിരിക്കും. ഗസ്റ്റ് ആയാലും ട്രെയിൻ ആയാലും അവളുടെ മുഖം ഒന്ന് കണ്ടാൽ മതി. അങ്ങ് Yes, what happened? Yes, boys. Anything wrong? Nothing, sir. എത്ര കൃത്യമായിട്ടാണ് ആരോ പറഞ്ഞിടത്തേക്കണല്ലോ ബ്ലോക്ക് ഇരിക്കും. നോക്കി എന്റെ സ്വാമി സാറ് ഒന്ന് മാറിയൊക്കെ ഞങ്ങളൊന്ന് മുഖം ഒന്ന് പാർക്കട്ടെ. എന്റെ ഈശോ, അവള് പോയി. അവളുടെ മുഖം കാണാൻ പറ്റില്ലല്ലോ.
May I come in, sir? യെസ്. I have been selected as a flight cadet, sir. ലെറ്റ് മീ സീ. വാട്ട്സ് യുവർ നെയിം? Shraddha. Shraddha Kaul. You are supposed to join day after tomorrow with the other girls. How come you are here today itself? Actually, sir, you see, I'm so excited about the training that I landed up 2 days. Remove your goggles. This is an office. Sorry, sir. Actually, I was coming from the hot sun. So what? You can go and report at the cadet mess. Thank you, sir. Thank you, sir. ദഗ്രേ, ഇവളോട് പ്രത്യേകം പറഞ്ഞേക്കണം നമ്മളുടെ ഫാഷൻ പരേഡൊന്നും ഇവിടെ നടക്കില്ല. അവളോടൊരു വേഷവും. With due respect, sir. യെസ്. ഇവിടുത്തെ ചിട്ടകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല, സർ. ക്ഷമിക്കണം. വലിയ പ്രതീക്ഷയോടാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. You are a Malayali? യെസ് സർ. പിന്നെ ഈ ശ്രദ്ധ കൗൾ? അച്ഛൻ സിദ്ധാർത്ഥ് കൗൾ, കാശ്മീരി. അമ്മ മേരിക്കുട്ടി, ചെങ്ങന്നൂർക്കാരി. രണ്ടുപേരും മിലിറ്ററി ഡോക്ടേഴ്സ്. ലവ് മാരേജ്. കാശ്മീർ വേഴ്സസ് കേരള. KK എക്സ്പ്രസ്. മതി. യു ക്യാൻ ഗോ. സർ. അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്ന് വെച്ച് ഞാൻ ചമ്മിയൊന്നുമില്ല. ചമ്മി. പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നെസ്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ. ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേര് വരാനുണ്ട്. ഫാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് 4 നിക്കാഹ് വരെ കഴിക്കാം. 4 കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ലേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. തമാശ. തമാശ ഒന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് 3 തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമക്കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറേ കുടുംബ കലഹം ഉണ്ടാക്കുന്നത്? കാമഡി ഒന്നും ഇവർക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായ എന്നെ ഊരുവോ? ഇല്ല. പോടാ. പോട്ടെ. ശരി. 4 എണ്ണത്തിന് സാറിന്റെ കാര്യമേ തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടിയ ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആ കൂടെ കിട്ടിയ ഒരു ഓപ്ഡേ നീ കുളമാക്കല്ലേ. അല്ല സാറേ, ഈ സക്കീർ സാറിനെ 4 കല്യാണം വരാന്ന് പറഞ്ഞ സത്യമാണോ? പിന്നെ വേണമെങ്കിൽ ഇത് കൂടുതലോ? അതെ. ഷോ, എന്തൊരു യോഗമാ. എങ്ങനെ മാനേജ് ചെയ്യും? സാറേ സാറേ, നമുക്ക് 4, 6 ഒന്നും വേണ്ട. 1 മതി. സാറ് നാട്ടിലുള്ള മഹാലക്ഷ്മി ചേച്ചി വിളിച്ചോണ്ടോ സാറേ? വിളിച്ചോണ്ടോ സാറേ? സമയം ആവട്ടെ, വിളിച്ചോണ്ട് വരാം. ഓ, എപ്പ ചോദിച്ചാലും സമയം ആവട്ടടാ. ഇനിയും സമയമായില്ലേ? അയ്യോ, ഈ ബാനർ കാണുമ്പോൾ ചരക്കുകൾ കിടുങ്ങണം. എങ്ങനെയുണ്ടാ? കുറച്ചുകൂടെ ചോപ്പാവാല്ലേ? ഇപ്പൊ തന്നെ കുളമാണേ. ആ, ഊതല്ലേ? അയ്യോ, വിശ്വമിത്രൻ. എന്റെ അമ്മോ. Sky is no limit for the angels. എന്താണ് ഇവിടെ? വാട്ട്സ് ഹാപ്പനിങ്?
അപ്പോ സ്വീകരണ കമ്മിറ്റി യോഗമായിരുന്നു. ആരാ നേതാവ്? ചോദിച്ചത് കേട്ടില്ലേ? കമോൺ. ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന്. അപ്പൊ ബാനർ കെട്ടിയാൽ മാത്രം പോരാ, തലയും കുത്തി ഒന്ന് സല്യൂട്ട് ചെയ്യണം ഒരു ചേഞ്ചിന്. നിന്ന നിൽപ്പിൽ സമ്മർ സോൾട്ട് ചെയ്തവന്മാർ വരെ ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് സക്കീർ ഭായ് തന്റെ വെൽ ഡിസിപ്ലിൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്? ഇയാള് നേരെയാവണ ലക്ഷണമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് കടുക്ക വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ കടുക്ക വെച്ച എന്താ കുഴപ്പം? ഓടേക്ക. എയർഫോഴ്സ് ലൈഫിൽ അപകടം എപ്പോ വേണമെങ്കിലും വരാം, ബട്ട് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ വുമൺ. സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മിനുക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ മതിൽക്കെട്ടിനകത്ത് നിറങ്ങളില്ല. ആണായാലും പെണ്ണായാലും ക്യാരറ്റ്സ് മാത്രം. ഓൺലി ക്യാരറ്റ്സ്. ക്ലിയർ? ആഫ്റ്റർ ഓൾ ഒരു വെൽക്കം ബാനർ, അത് ഇത്രയും വലിയൊരു ഒഫൻസ് ആണോ? എടാ, നമ്മുടെ ഈശ്വർ സാറിനെ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ എന്താ അത്ര വലിയ അലർജി? കടുക്ക അല്ലാണ്ട് എന്ത് കാരണം? കടുക്കയ്ക്ക് എന്താ കുഴപ്പം? ഈ കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കൈപ്പുള്ള ആയുർവേദ മരുന്നാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല, പക്ഷെ ഭയങ്കര കൊരയായിരിക്കും. അതല്ലടാ കൊക്കെ, എന്തറിഞ്ഞിട്ടാ നീ പറയണത്? എന്ത് ഇതിന്റെ ഇന്നർ മീനിങ് എന്താണെന്ന് അറിയോ? അറിയോ? അറിയില്ലോ. എന്നാ അവിടെ ഇരുന്ന്. കടുക്ക എന്ന് പറയുന്ന സാധനം അല്പം അടൽസൊള്ളിയാണ്. യെസ്. ഈ കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ സാറല്ലടാ ഒക്കെ എന്താണ് കൈ കിട്ടുന്നത്? ഒരു കാര്യം പോകരുത് കാണിച്ചാണല്ലോ. ഡോക്ടർ സാർ, കേഡറ്റ് ദാസ്, സർ, കം ഹിയർ. എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത്? മുഴുവൻ പറഞ്ഞു തീർക്ക്. ഇന്നലെ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കടുക്കയെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ക്ലാസ്. അല്ല, കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു. ദാസിന് എത്ര വയസ്സായി? 20 അല്ല 21. 10 വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ. അപ്പൊ അതിന്റെ എല്ലുമൂപ്പ് എനിക്ക് കാണും. തോളിൽ കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല. മനസ്സിലായോ? ദേ, തമാശ പറയുന്നതൊക്കെ നല്ല കാര്യം. അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ്?